ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിറ്റൗട്ടിൽ വന്നപ്പോഴേക്കും റീത്താമ്മയും ടാനിയയും കാറിൽ കയറി കഴിഞ്ഞു. റീത്താമ്മയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അലീന നിൽക്കുന്നിടത്തേക്ക് റീത്താമ്മ തറപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് കാർ സ്റ്റാർട്ടാക്കി എൻജിൻ നല്ലപോലെ ഇരിപ്പിച്ച ശേഷം മുറ്റത്തിട്ട് തിരിച്ചു റോഡിലേക്കുള്ള പാതയിലൂടെ ഓടിച്ചുപോയി. ആരാണത്? അലീനയ്ക്ക് മനസ്സിലായില്ല. പപ്പയുടെ ഭാര്യയാണോ? മറ്റേ പെൺകുട്ടിയോ? അയാൾ സംശയിച്ചു നിൽക്കെ ആൻ്റപ്പൻ സിറ്റൗട്ടിലേക്ക് വന്നു. അവരാരൊക്കെ ആൻ്റപ്പൻ ചേട്ടാ വന്നിട്ട് പോയത്? അലീന തിരക്കി. റീത്താമ്മയും ടാനിയ കൊച്ചും. ആരാ റീത്താമ്മ? മുതലാളിയുടെ വൈഫിൻ്റെ ചേച്ചിയാ. മറ്റേ പെൺകുട്ടിയോ? അത് കേണൽ സാബിൻ്റെ മകൾ ടാനിയ മോൾ. അലീനയ്ക്ക് ഇച്ഛാഭംഗമായി. ആ കുട്ടിയെ ശരിക്കൊന്നും കണ്ടില്ല. വിളിച്ചടുത്ത് നിർത്തി കാണേണ്ടതായിരുന്നു. അവളോട് സ്നേഹത്തോടെ സംസാരിക്കേണ്ടതായിരുന്നു. താൻ അവളുടെ ശത്രുവല്ലെന്നും ഒന്നും തട്ടിയെടുക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും അവരോട് പറയേണ്ടിയിരുന്നു. എൻ്റെ പപ്പയുടെ മകൾ എനിക്ക് അനുജത്തിയാണ്. എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലല്ലോ ആൻ്റപ്പൻ ചേട്ടാ, അലീന പരാതിപ്പെട്ടു. അത് നന്നായി എൻ്റെ കുഞ്ഞെ. അതിനോടൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ജീവനുകളോടെല്ലാം വെറുപ്പാണെന്ന് തോന്നും അതിൻ്റെയൊക്കെ വർത്തമാനം കേട്ടാൽ. കേണൽ സാബിൻ്റെ അടുത്ത് മാത്രം ഒന്നും ചിലവാകത്തില്ല കണ്ടിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. കാണുന്നത് പോലെയല്ല. പിന്നെങ്ങനെയാ ആൻ്റപ്പൻ മിണ്ടിയില്ല? അതെന്തുകൊണ്ട് ആൻ്റപ്പൻ ചേട്ടാ കേണൽ സാബിൻ്റെ വൈഫിൻ്റെ ചേച്ചി വന്നത്? എന്തുകൊണ്ടാ വൈഫ് നേരിട്ട് വരാഞ്ഞത്? സാധാരണ അങ്ങനെയല്ലേ പതിവ്? എൻ്റെ കുഞ്ഞെ, എനിക്കൊന്നും അറിയില്ല. എന്നോടൊന്നും ചോദിക്കല്ലേ. കേണൽ സാബിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ആൻ്റപ്പൻ ചേട്ടന് വാതുറക്കാൻ പേടിയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? അലീന ചിരിച്ചു. കേണൽ സാബിൻ്റെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ല. മാറട്ടെ. അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അല്പം മാറ്റമുണ്ടാകുന്നത് നല്ലതാ. കുഞ്ഞിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പൗലോസുമായിട്ടുള്ള പ്രശ്നത്തിൽ തന്നെ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നുവെങ്കിൽ ഇവിടെ ഭൂകമ്പം നടന്നേനെ. ഞാൻ കേണലിൻ്റെ മോളായതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചത്. വേറെ വല്ലവർക്കും അങ്ങനെ സംസാരിക്കേണ്ട കാര്യവുമില്ലല്ലോ. മകളാണോ ഭാര്യയാണോ എന്നൊന്നും കേണൽ സാബ് നോക്കില്ല. ചുരുക്കത്തിൽ എനിക്ക് അടി കിട്ടാൻ വരെ സാധ്യതയുണ്ടായിരുന്നു അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞെ? സാബിൻ്റെ മോളാണെന്ന് പറഞ്ഞല്ലോ. ഏത് വകയിലാ? അതാ എനിക്കൊരു പിടുത്തം കിട്ടാത്തത്. എനിക്കും അതേപ്പറ്റി വലിയ പിടിയില്ല. കേണൽ സാബിനോട് ചോദിച്ചാൽ പോരെ ആൻ്റപ്പൻ ചേട്ടാ? ആൻ്റപ്പൻ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് നടന്നുപോയി. അലീന ചിന്താതീതനായി നടന്നു. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു മകൾ വന്ന് ഇവിടെ തൻ്റെ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു എന്നറിഞ്ഞാൽ ഏതൊരു ഭാര്യയും ഓടിയെത്തേണ്ടതാണ്. പകരം ഇവിടെ വന്നതോ അവരുടെ സഹോദരി, കൂടെ പപ്പയുടെ മോളും. അലീനയ്ക്ക് എല്ലാം വിചിത്രമായി തോന്നി. റീത്താമ്മ ഫോൺ വിളിച്ചറിയിച്ചതിനനുസരിച്ച് സഹോദരന്മാരിൽ 3 പേർ വന്നു ചേർന്നു. ഏലിയാസ്, സ്റ്റീഫൻ, അച്ചൻകുഞ്ഞ് എന്നിവർ. ഇനി സേവിച്ചും കൂടി വരാനുണ്ട്. അയാൾ ഉടനെ എത്തിച്ചേരും. എൽസമ്മയുടെ വീട്ടിലാണ് എല്ലാവരും സംഘം ചേർന്നിരിക്കുന്നത്. റീത്താമ്മ ഇതിനകം താൻ കുളുത്തുപുഴ പോയി സ്റ്റാൻലിയെ കണ്ടതിൻ്റെ ദൃക്സാക്ഷി വിവരണം നൽകിക്കഴിഞ്ഞു. റീത്താമ്മയുടെ മകളും എൽസമ്മയുടെ മകളും കുടുംബസഭയിൽ സന്നിധരായിട്ടുണ്ട്. ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്തേക്ക് വന്ന് നിന്നു. സേവിച്ചൻ അതിൽ നിന്നിറങ്ങി. ഓട്ടോ ചാർജ് കൊടുത്ത ശേഷം അയാൾ വീട്ടിനുള്ളിലേക്ക് കയറി വന്നു. നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഞങ്ങളൊക്കെ വന്നിട്ട് എത്ര നേരമായി? ഏലിയാസ് സേവിച്ചനെ ശാസിച്ചു. എനിക്ക് നിങ്ങളെപ്പോലെ കാറും ജീപ്പും ഹെലികോപ്റ്ററും ഒന്നുമില്ല. വിളിച്ച ഉടനെ പറഞ്ഞിങ്ങ് വരാൻ. സേവിച്ചൻ അല്പം കുളിച്ച് തന്നെ പറഞ്ഞു. നിന്റെ ഹെലികോപ്റ്റർ എവിടെ പോയി? ഞങ്ങൾക്ക് തന്നതുപോലെ അപ്പച്ചൻ നിനക്കും ഒരെണ്ണം മേടിച്ചു തന്നിരുന്നല്ലോ. സ്റ്റീഫൻ പരിഹസിച്ചു. അത് അപ്പച്ചൻ പോയപ്പോൾ കൊണ്ടുപോയി. സ്വർഗത്തിലോട്ടെത്താൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. സേവിച്ചൻ തിരിച്ചടിച്ചു. ഞങ്ങൾക്ക് തന്ന പോലെ തുല്യമായ ഓഹരി നിനക്കം തന്നിരുന്നതല്ലേ? എന്താണ്? സ്റ്റീഫൻ ചോദിച്ചതിൻ്റെ വാക്യാർത്ഥം. അവരുടെ അപ്പൻ ദീർഘകാലം രോഗശയ്യയിൽ മരുന്നും ചികിത്സയുമായി കിടന്നപ്പോഴാണ് മരിച്ചത്. അപ്പനെ നോക്കേണ്ട ചുമതല സേവിച്ചനായിരുന്നു. കിട്ടിയത് മുഴുവൻ അപ്പനെ ചികിത്സിച്ച് ചിലവാക്കിയെന്നാണ് സേവിച്ചൻ്റെ മറുപടി. നീ വന്ന കാലിൽ തന്നെ നിൽക്കാതെ ഇരിക്കെ, അച്ഛൻ കുഞ്ഞ് നിർദ്ദേശിച്ചു. എൽസമ്മ ചേച്ചി എവിടെ? സേവിച്ചൻ റീത്താമ്മയെ നോക്കി. ചെങ്ങന്നൂരിൽ ഒരു ബൈബിൾ കൺവെൻഷന് ധ്യാനം അങ്ങോട്ടങ്ങ് പോയിരിക്കുവാം, റീത്താമ്മ വെളിപ്പെടുത്തി. എത്ര ദിവസമായി? 3. 2 ആഴ്ച മുമ്പല്ലേ ഒരെണ്ണം കഴിഞ്ഞത്? സേവിച്ചൻ ചോദിച്ചു. അവൾക്കത് തന്നെയല്ലേ ജ്വരം? അച്ചൻകുഞ്ഞ് പറഞ്ഞു. നാട്ടിലെവിടെയാ കരിസ്മാറ്റിക് ധ്യാനം നടക്കുന്നുണ്ടെന്ന് അവളോട് ചോദിച്ചാൽ മതി. കാണാപ്പാടമല്ലേ? ഈ പിള്ളേരെ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് നാടുനീള ധ്യാനവും പ്രാർത്ഥനയുമായിട്ട് നടക്കരുതെന്ന് റീത്താമ്മ ചേച്ചിക്കൊന്ന് പറഞ്ഞോട്ടായിരുന്നു. സേവിച്ചൻ ധർമ്മരോക്ഷം പൂണ്ടു. പറയാഞ്ഞിട്ടാണോ? അവൾ ഇവിടെ ഒരു ചെവിയും കൂടി കയറി മറ്റേ ചെവി കൂടി ഇറക്കിക്കളയും.
പിന്നെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതല്ലേ ഉള്ളൂ അവൾക്ക് ജീവിതത്തിലൊരാശ്വാസം. റീത്തമ്മ അനുജത്തിയെ ന്യായീകരിച്ചു. എന്തിനാണ് അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് പറ. എനിക്കാണെങ്കിൽ 100 കൂട്ടം പണി കിടക്കുന്നു. നിങ്ങളെപ്പോലെ എനിക്ക് മതി മതി, ബാക്കി പറയണ്ട. സ്റ്റീഫൻ കൈ നീട്ടി വിലക്കി. സ്റ്റാൻലി ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്, കൊളത്തുപുഴയുള്ള അവൻ്റെ ബംഗ്ലാവിൽ. റീത്തമ്മ സേവിച്ചനോട് പറഞ്ഞു. പെണ്ണോ? ഏത് പെണ്ണ്? എന്തിന്? റീത്തമ്മ താൻ അറിഞ്ഞതും കണ്ടതുമായ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഒരു വട്ടം കൂട്ടി വിസ്തരിച്ചു പറഞ്ഞു. അതോടെ എല്ലാവരുടെയും മുഖത്ത് ഗൗരവമായി. തെമ്മാടിത്തരമല്ലേ അവൻ കാണിക്കുന്നത്? ചോദിക്കാനും പറയാനും ആളില്ലെന്നു ഹുങ്കല്ലേ അവൻ്റെ പുറകിൽ? അച്ചൻകുഞ്ഞ് രോക്ഷം പൂണ്ടു. അയാളാണ് കൂട്ടത്തിൽ മൂത്തയാൾ. എന്തു ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടത്. ഇവിടെ വട്ടം കൂടിയിരുന്ന് സ്റ്റാൻലിയെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. സ്റ്റീഫൻ പറഞ്ഞു. നമ്മൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് അവിടെ ചെല്ലണം. അവനെ വിളിച്ച് ഇതെല്ലാം നടപ്പില്ലെന്ന് തറപ്പിച്ച് പറയണം. അതുകൊണ്ട് എന്താ ഫലം? റീത്തമ്മ തർക്കിച്ചു. അവിടെ ചെന്ന അവൻ്റെ മുമ്പിൽ പഞ്ചപൂച്ച മടക്കി നിന്നോണം. സംസാരിക്കാൻ ദേഷ്യം വന്നാൽ നമ്മൾ വല്ലതുമൊക്കെ പറഞ്ഞു പോകും. കടക്ക് പുറത്തു നിന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറക്കിയും വിടും. ഇത്രയും കാലത്തിനിടയിൽ അവൻ്റെ നേരെ നിന്ന് 4 വർത്തമാനം പറയാനുള്ള ചുണ ഈ 4 ആങ്ങളമാർക്കുമില്ലല്ലോ. റീത്ത ചേച്ചി, ചുമ്മാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ, മൈക്കിൾ പറഞ്ഞു. കൊല്ലാനും തിന്നാനും മടിക്കാത്ത പട്ടികൾ എത്ര എണ്ണം അവിടെ. സ്റ്റാൻലി ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി. പണ്ട് അച്ചൻകുഞ്ഞേട്ടനും സ്റ്റീഫച്ചായനും കൂടി ചെന്ന് ചീത്ത പറഞ്ഞപ്പോഴത്തെ അനുഭവം അറിയാമല്ലോ. റിവോൾവർ എടുത്ത് ചങ്കിന് നേർക്ക് ചൂണ്ടിപ്പിടിച്ച് 10 മിനിറ്റ് നേരം നിർത്തിയത്, ശ്വാസം പോലും വിടാൻ സമ്മതിക്കാതെ. അച്ചൻകുഞ്ഞേട്ടനെ പേടിക്ക് 2 ആഴ്ച പനിച്ചു കിടന്നു. റിവോൾവറൊക്കെ ഞാൻ നോക്കിയാലും ഉണ്ടാകും, പക്ഷെ ഞാനതെടുത്താൽ പിന്നെ കൊന്നിട്ടേ തിരിച്ചു പോരും. സ്റ്റീഫൻ ഉൾപ്പകയോടെ മുരണ്ടു. ആദ്യം നമ്മളെല്ലാവരും കൂടി ചെന്ന് അവനോട് സംസാരിക്കണം, അച്ചൻകുഞ്ഞ് അഭിപ്രായപ്പെട്ടു. കാണിക്കുന്നത് തെണ്ടിത്തരമാണെന്ന് മാന്യമായ ഭാഷയിൽ സ്റ്റാനിയോട് പറയണം. ഒരു കാരണവശാലും നമ്മളത് സമ്മതിച്ചു കൊടുക്കുകയല്ലെന്ന് ബോധ്യപ്പെടുത്തണം. അവൻ്റെ മകള് തന്നെയാണോ? എവിടുന്ന് കിട്ടി? റീത്തമ്മ ചേച്ചിക്ക് ചോദിച്ചില്ലേ? സ്റ്റീഫൻ തിരക്കി. പിന്നെ ഞാൻ ചോദിക്കാതെ പോരുവോ? 24 കൊല്ലം മുൻപ് അവൻ ഏതോ പെണ്ണുമായിട്ട് അടുപ്പമുണ്ടായിരുന്നത്രേ. കല്യാണം കഴിക്കാൻ പറ്റിയില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് പറയാൻ അവനൊരു നാണവുമില്ലെന്നുള്ളതാ അതിശയം. ഈ ഇടെയാണത്രേ അറിഞ്ഞത് അതിലൊരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത് കേട്ടേനെ ഉടനെ അവൻ അതിനെ ചെന്നങ്ങ് ദത്തെടുത്തു. റീത്തമ്മ വിശദീകരിച്ചു. ഇത് ഒരെണ്ണമേ ഉള്ളോ അതോ വേറെയുമുണ്ടോ? സേവിച്ചൻ ചോദിച്ചു. ആർക്കറിയാം എവിടെയൊക്കെയുണ്ടെന്ന്. ഇനി പുറകിന് വരുന്നുണ്ടായിരിക്കും ഓരോന്നോരോന്ന് ജാഥ പോലെ. ഇത്രയും നാളും ആ പെണ്ണിവിടെയായിരുന്നു. പെറ്റതള്ളയും എത്തി കാണണമല്ലോ അവിടെ. അതെവിടെ പോയി? ആ പെണ്ണ് അനാഥാലയത്തിൽ ആയിരുന്നെന്നാ ബൈജു ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത്. പ്രസവിച്ചവളെ വല്ല വഴിയരികിലും വലിച്ചെറിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അനാഥാലയത്തിൽ വരികയില്ലല്ലോ. ബൈജു പറയുന്ന കേൾക്കണം. സ്റ്റാൻലി അവളെ വലിയ രാജകുമാരിയെ പോലെയാ അവിടെ കൊണ്ടുവന്ന് വാഴിച്ചിരിക്കുന്നതെന്ന്. അവൾക്ക് കിടക്കാനുള്ള മുറി അലങ്കരിക്കാൻ മാത്രം ഏകദേശം 2 ലക്ഷം രൂപ എടുത്തു ചിലവാക്കിയിട്ടുണ്ടെന്ന്. പുത്തനൊരു കാറും മേടിച്ചു കൊടുത്തു. വേറെ 3 മക്കളുണ്ടല്ലോ ഇവിടെ. കാറൊന്നും വേണ്ട, ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ദുഷ്ടൻ? റീത്താമ്മ കോപാധിക്യം കൊണ്ട് കിതച്ചു. പുനലൂര് ഈ വിവരമൊന്നും അറിഞ്ഞില്ലേ? സെവിച്ചൻ ചോദിച്ചു. കുട്ടിച്ചായൻ വന്നിട്ടുണ്ടായിരുന്നു. അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി കച്ചുകെട്ടി വന്നതാ. അവൾ ആരാ മോള്? പഞ്ചര വർത്താനം പറഞ്ഞ് കിളവനെ കയ്യിലെടുത്തു. അവളവിടെ ഭരണം തുടങ്ങി അത്രേ. എൻ്റെ അപ്പൻ്റെ സ്വത്താണെന്നും പറഞ്ഞ് അവൾ അവിടുത്തെ ജോലിക്കാരോടെല്ലാം തട്ടിക്കേറിയെന്ന മര്യാദ പഠിപ്പിക്കാൻ ചെന്നെന്നോ? ഇതും ബൈജു പറഞ്ഞതാ. ഇങ്ങനെ പോയ അവസാനം അവിടെ കയ്യിലിരിക്കുമല്ലോ മൊത്തവും തോട്ടവും ബംഗ്ലാവും. മൈക്കിൾ ആശങ്കപ്പെട്ടു. സംശയമെന്താ? എൽസമ്മയും പിള്ളേരും വഴിയാധാരമാകും. അതിനു മുൻപ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചങ്ങ് ചെയ്യണം, റീത്താമ്മ പറഞ്ഞു. ആ മൂർഖൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നൊരു വഴിയേ ഉള്ളൂ. നമ്മൾ ബന്ധുക്കൾ 10-25 പേര് ചെന്ന് അവനെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. അച്ചൻകുഞ്ഞ് കട്ടിമീശ ഒഴിഞ്ഞുകൊണ്ട് ആലോചനയോടെ പറഞ്ഞു. ഇതൊരു കൊഴിഞ്ഞു മറിഞ്ഞ പ്രശ്നമാകുമെന്ന് അവന് ബോധ്യപ്പെടുത്തണം. പുനലൂരുകാരൻ കൂടി വിളിക്കണം. കിളവൻ്റെ കാര്യം പോട്ടെ, അളിയൻ ഇനി എത്ര കാലമുണ്ട്? ബാക്കിയുള്ളവർക്ക് എന്തായാലും സ്റ്റാൻലി കാണിക്കുന്ന ചെറ്റത്തരത്തിന് കൂട്ടുനിൽക്കാൻ പറ്റില്ലല്ലോ. അയാളൊരു പട്ടാളക്കാരനല്ലേ?
25 50 പേരെ കണ്ടാൽ പേടിക്കോ? സേവിച്ചൻ സംശയം പ്രകടിപ്പിച്ചു. അത് പണ്ട്. അവൻ നമ്മളോട് സമാധാനം പറയിപ്പിക്കണം. പോലീസിൽ അവനെതിരെ പരാതി കൊടുക്കണം. വികാരിയച്ഛൻ്റെ അടുത്ത് ഈ പ്രശ്നം അവതരിപ്പിക്കണം. അതുകൂടാതെ രാഷ്ട്രീയക്കാരെയും ഇതിനകത്ത് ഇടപെടുത്തണം. ആരെങ്കിലും പറയുമോ അവൻ ചെയ്തത് സൽപ്രവൃത്തിയാണെന്ന്? നാനാവശത്തു നിന്നും സമ്മർദ്ദം വരുമ്പോൾ അവന് അടിതെറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ നാറണം. അവൻ നമ്മൾ നാറ്റിക്കണം. വലിയ അന്തസ്സും അഭിമാനം പറയുന്നവനല്ലേ. അവൻ്റെ തൊലി ഉരിച്ച് കാണിക്കണം. അച്ഛൻ കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ ശരി തന്നെ. മൈക്കിൾ ഇടയ്ക്ക് കയറി. നമ്മുടെ ഡിമാൻഡ് എന്താണെന്ന് കൂടി ആലോചിക്കണ്ടേ? അത് സ്റ്റാൻലിയുടെ സന്തതിയാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, അവളെ അവിടെ നിന്ന് മാറ്റുക. അതായത് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് ഇനി യാതൊരു അവകാശവും ഇല്ലെന്നും ഇനിയൊരു ശല്യത്തിന് മേലിൽ വരില്ലെന്നും അവളെ കൊണ്ട് മുദ്രപത്രത്തിൽ എഴുതി വെപ്പിച്ച് പറഞ്ഞയക്കുക. അച്ഛൻ കുഞ്ഞ് പറഞ്ഞു. അത് മാത്രം പോരാ. റബ്ബർ തോട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഉള്ള സ്വത്ത് 5 ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെയും മക്കളുടെയും പേരിലേക്ക് തീരെഴുതി വെപ്പിക്കണം. ഇല്ലെങ്കിൽ നാളെ വേറൊരുത്തി മകളാണെന്നും പറഞ്ഞ് വരുന്നെങ്കിലോ, അതുമല്ലെങ്കിൽ ഭാര്യയാണെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തി വന്നെങ്കിലോ? ഇനി സ്റ്റാൻലിയെ വിശ്വസിക്കാൻ പറ്റില്ല. സ്റ്റാൻലി ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലോ? റീത്താമ്മയോട് മൈക്കിൾ ചോദിച്ചു. എൽസമ്മയും മക്കളും കൂടി കുളത്തൂപ്പുഴ ചെന്ന് അവൻ്റെ ബംഗ്ലാവിലേക്ക് തിരിയുന്ന റോഡരികിലുള്ള പന്തൽ കെട്ടി സത്യാഗ്രഹം ഇരിക്കും. റീത്താമ്മ വീറോടെ പറഞ്ഞു. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ വികാരിയച്ഛനെയും രാഷ്ട്രീയക്കാരെയും അവൻ്റെ ക്ലബിൻ്റെ ആൾക്കാരെയും പുൽനൂലൂരെ അവൻ്റെ സ്വന്തക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വേണം ചെല്ലാൻ. ഒറ്റ ദിവസം കൊണ്ട് കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കണം. വെറുതെ വെച്ചു നീട്ടിയ ചതഞ്ഞ മട്ടിലായി പോകും, ഏലിയാസ് നിർദ്ദേശിച്ചു. തുടർന്നുള്ള ആലോചനയിൽ ആ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. അവതക്കുട്ടിച്ചായൻ ചാരുകസേരയിൽ നിന്ന് വിശദമായിട്ട് മുറുക്കാൻ ഒതുക്കുകയായിരുന്നു. റോബർട്ട് വീട്ടിനുള്ളിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. ആരായിരുന്നടാ ഫോണിൽ? മടുക്കുപിച്ചാത്തിയുടെ മുന കൊണ്ട് അടയ്ക്ക ചുരുണ്ടുന്നതിനിടയിൽ അവതക്കുട്ടിച്ചായൻ ചോദിച്ചു. അഞ്ജലിന് റീത്താമ്മ ചേച്ചി. ലാലിച്ചൻ ഒരു പെണ്ണിനെ കുളത്തുപുഴ ബംഗ്ലാവിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. നേരാണോ അപ്പച്ച? ആ, നീ ഇപ്പോഴാണോ അറിയുന്നത്? അപ്പച്ച നേരത്തെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞതുകൊണ്ടല്ലേ അന്ന് ഞാൻ കുളത്തുപുഴയ്ക്ക് പോയത്. എന്നിട്ട് അപ്പച്ചൻ ഇക്കാര്യം ഇവിടെ പറഞ്ഞില്ല. ചുമ്മാതെ എന്തിനാ മറ്റുള്ളവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചാ പറയാഞ്ഞത്. ഇപ്പോഴിത് കേട്ടപ്പം നിനക്ക് ഏതാണ്ട് പോലെ തോന്നുന്നില്ലേ? അപ്പച്ച, ഈ ലാലിച്ചൻ എന്നാ പോക്കൃത്തരമായി കാണിച്ചു വച്ചിരിക്കുന്നത്? സാമാന്യ വിവരമുള്ള മനുഷ്യർ ചെയ്യുന്ന പണിയാണോ അത്? അവനൊരു വിവരക്കേട് കാട്ടി. ഒത്തിരി കാലം കൂടിയല്ലേ അവതക്കുട്ടിച്ചായൻ അടയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മളുടെ കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമല്ലേ അപ്പച്ച ഇത്? നീ പറഞ്ഞത് ശരിയാ. പക്ഷേങ്കിൽ ചില നേരത്ത് നമുക്ക് ഈ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ വരും. അയാൾ വെറ്റിലയിൽ നാര് കളഞ്ഞ് ചൂണ്ടുവിരലുകൊണ്ട് ചുണ്ണാമ്പ് തേച്ച് പിടിപ്പിച്ചു. അപ്പച്ചൻ ലാലിച്ചനെ ന്യായീകരിക്കുവാണോ? അവർ സംസാരിക്കുന്നതിനിടയിൽ റബ്ബർ മരങ്ങൾക്കിടയിലെ റോഡിലും ഒരു ജീപ്പ് വരുന്നതായി കാണാമായിരുന്നു. ആൽബിയാണല്ലോ. അവനും വിവരം അറിഞ്ഞോ? ആരോടെന്നില്ലാതെ അവതിക്കുട്ടിച്ചാൻ ചോദിച്ചു. റബ്ബറിൻ്റെ കരിയിലകൾ പറപ്പിച്ചുകൊണ്ട് ജീപ്പ് മുറ്റത്തേക്ക് പാഞ്ഞു വന്നു നിന്നു. ആൽബർട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നു. അയാളുടെ മുഖം സ്തോഭപൂർണമായിരുന്നു. അപ്പച്ച, ഞാനൊരു വിവരം. ഉടൻ അവതിക്കൊട്ടിച്ചായൻ കൈയാട്ടി വിലക്കി. പറയണ്ട, മനസ്സിലായി. ലാലിച്ചൻ്റെ ഒരു മോള് അവൻ്റെ കൂടെ കുളത്തുപുഴ വീട്ടിൽ താമസിക്കാൻ വന്നിട്ടുണ്ട്. അവൻ്റെ കല്യാണത്തിന് മുമ്പ് ഒരു കൈത്തെറ്റ് സംഭവിച്ചു. അത് അനാഥാലയത്തിലായിരുന്നു. അവൾ കഴിഞ്ഞ 23 കൊല്ലം. ഇപ്പോഴാ ലാലിച്ചൻ അറിഞ്ഞത്. കൂട്ടിക്കൊണ്ടു പോന്നു. ലാലിച്ചനോട് അപ്പച്ചന് ചോദിക്കായിരുന്നില്ലേ ഇങ്ങനെയൊരു നാണംകെട്ട ഏർപ്പാടിന് പോകണ്ടായിരുന്നു എന്ന്? ഇതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആൽബർട്ട് കയർത്തു. സത്യം പറയാമല്ലോ, ഞാൻ ചോദിക്കാൻ ചെന്നതാ. ആ പെങ്കൊച്ചിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ പിന്നെ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ലാലിച്ചൻ്റെ മോളെന്ന് പറഞ്ഞപ്പോൾ നല്ല അസല് മോള്. ഇത്രയും കാലം അനാഥമന്ദിരത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. ഇനി അവൾ കുറച്ചു കാലം അവിടെ അപ്പൻ്റെ കൂടെ ജീവിക്കട്ടടാ. ആഹാ, അപ്പച്ചനും അവളുടെ സൈഡാണോ? അതങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അവളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവളുടെ സൈഡാവും. എൻ്റെ സ്ഥാനത്ത് ഈ പറയുന്ന നീയായാലും റോബിച്ചനായാലും അവളെ കക്ഷി ചേർക്കും. അപ്പച്ചൻ അത് പറയാൻ നാണമില്ലല്ലോ. ലാലിച്ചനൊരു തെറ്റുപറ്റി. തിരുത്തേണ്ടയാളല്ലേ. നാട്ടുകാരറിഞ്ഞ എന്തൊരു മാനക്കേടാണെന്ന് ഓർത്തു നോക്കിക്കേ.
ഇങ്ങനൊരു കേസ് വന്ന ഒഴിവാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന്. എന്നിട്ടാണ് ഇതൊന്നും ചെയ്യാതെ ഒരുമാതിരി. ആൽബർട്ട് ധർമ്മ കരോഷം കൊണ്ട് പുകഞ്ഞു. ആൽബി, ഒരു കാര്യം ചെയ്യ്. ചെന്ന് ലാലിച്ചനോട് പറ, കുടുംബത്തിന് അവമാനം വരുത്തി വെക്കല്ലേന്ന്. അതിനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? മുട്ട് വിറയ്ക്കും അവൻ്റെ മുമ്പിൽ. അപ്പച്ചനല്ലേ പറയേണ്ടത്, ഞങ്ങളാണോ? ഞാൻ പറഞ്ഞ അവൻ കേൾക്കുവോ? ഞാൻ നോക്കിയിട്ട് അവനെ മെരുക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരാ? റോബർട്ട് ചോദിച്ചു. അത് വേറെ ആരുമല്ല, ആ പെങ്കൊച്ചു തന്നെ. അവൾക്ക് അവൻ്റെ അടുത്ത് ഒരു പേടിയുമില്ല. ലാലിച്ചായന് ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ലാതിരുന്നാണല്ലോ. അതല്ലേടാ എനിക്കും അതിശയം. അവൻ അവളോടൊരു പ്രത്യേക ഇഷ്ടമാ. എന്തായാലും ഇത് ഭയങ്കര നാണക്കേടായിപ്പോയി അപ്പച്ച. എൽസമ്മ ചേച്ചിയുടെ വീട്ടുകാർ ലാലിച്ചായനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. പുളിക്കൽക്കാർ ഒട്ടും മോശക്കാരല്ലെന്ന് അപ്പച്ചനും അറിയാമല്ലോ. അവരെന്തൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളും ന്യായത്തിൻ്റെ ഭാഗത്തേ നിൽക്കൂ. എൽസമ്മ ചേച്ചി മക്കളും ജീവനോടിരിക്കുമ്പോൾ മകളാണെന്ന് പറഞ്ഞ് ഏതോ ഒരുത്തിയെ വിളിച്ചോണ്ട് വന്ന് ആരോടും പറയാതെ കൂടെ താമസിപ്പിക്കുന്നു. അത് അങ്ങേയറ്റത്തെ ചെറ്റത്തരമാ. റോബർട്ട് യാതൊരു മയമില്ലാതെ പറഞ്ഞു. ഇതൊന്നും എന്നോട് പറയണ്ട, അങ്ങ് കുളത്തൂപ്പുഴ ചെന്ന് പറഞ്ഞാൽ മതി. ഔതക്കുട്ടിച്ചാൻ അടക്കയും പുകയിലും ചേർത്ത് ചുരുട്ടിയ വെറ്റില അണപ്പല്ലുകൾക്കിടയിലിട്ടു തിരികെ വെച്ചുകൊണ്ട് തർക്കത്തിൽ നിന്ന് വിരമിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഡൈനിങ് റൂമിൽ എത്തിയ സ്റ്റാൻലി അലീന വരാൻ വേണ്ടി അല്പം കാത്തു. എന്നിട്ടും കാണാഞ്ഞതുകൊണ്ട് ആൻ്റപ്പനെ വരുത്തി അലീനയെ വിളിക്കാൻ പറഞ്ഞു. ആൻ്റപ്പൻ പെട്ടെന്ന് ചെന്നു തിരിച്ചെത്തി. ഇന്ന് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. എന്തു പറ്റി? ഉപവാസമാണെന്ന്. ഓ, അത് ശരി. സ്റ്റാൻലി കഴിക്കാനിരുന്നു. ഒരാൾക്കുള്ള പ്ലേറ്റ് മാത്രമേ തയ്യാറാക്കി വെച്ചിരുന്നുള്ളൂ. പൗലോസിനെ വിളിച്ചു ചോദിച്ചപ്പോൾ തനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കരുതെന്നും ഉപവാസമാണെന്നും അലീന പറഞ്ഞിരുന്നുവെന്ന് അറിയിച്ചു. ഇപ്പോൾ അലീന കിച്ചണിൽ വന്നു നിന്റെ ജോലി തടസ്സപ്പെടുത്താറുണ്ടോ? ഇല്ല. പൗലോസ് വിനയാന്വിതനായി. ഗുഡ്. പക്ഷെ നീ മര്യാദയ്ക്ക് നിന്നോളണം. നന്ദികേട് കാണിക്കരുത്. ഞാനൊരു നന്ദികേടും കാണിച്ചില്ല മുതലാളി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം സ്റ്റാൻലി അലീനയുടെ മുറിയിൽ ചെന്നു. അവൾ മുറിയിലുണ്ടായിരുന്നില്ല. അലീന പ്രാക്കൂടിനടുത്ത് ഇരിക്കുന്നത് ആൻ്റപ്പൻ പറഞ്ഞപ്പോൾ അയാൾ അവിടേക്ക് പോയി. അവിടെ പ്രാവുകൾക്ക് തീറ്റ കൊടുത്തിരിക്കുകയായിരുന്നു. സ്റ്റാൻലി അല്പനേരം നോക്കി നിന്നു. പ്രാവുകൾ ഭയം വെടിഞ്ഞ് അവളുടെ കാൽച്ചുവട്ടിലൂടെ നടന്നു കുത്തിപ്പറക്കുന്നു. അവൾ കുനിഞ്ഞ് അതിലൊരെണ്ണത്തിനെ എടുത്ത് കൈവെള്ളയിൽ വെച്ച് മറ്റേ കൈവെള്ളയിൽ തീറ്റ കൊടുക്കുന്നു. പ്രാവ് അവളുടെ കൈത്തലത്തിൽ ഓരോ തവണ കൊത്തുമ്പോഴും അവൾ ഇക്കിളിയായിട്ട് പോലെ ചിരിക്കുന്നു. തൂവെള്ള ചുരിദാറാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. സ്റ്റാൻലി ലോണിലൂടെ നടന്ന് അവളുടെ സമീപത്തെത്തി. ഗുഡ് മോർണിംഗ് പപ്പ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാത്തത്? ഉപവാസം. നീയും ഭക്തിക്കാരിയാണോ? അലീന മുഖം ചിരിച്ചു നോക്കി. എൻ്റെ ഉപവാസം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ. അത് കൊള്ളാമല്ലോ. എന്താ നിന്റെ ലക്ഷ്യം? ഇവിടെ ഒത്തിരി ഭക്ഷണം വെറുതെ നശിപ്പിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഭക്ഷണ ചെലവെങ്കിലും കുറച്ചുകൊണ്ട് ഞാൻ ആ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപവാസം. സ്റ്റാൻലിയുടെ ഭാവം പെട്ടെന്ന് മാറി. പപ്പയ്ക്ക് ദേഷ്യം വന്നെന്ന് അലീനയ്ക്ക് മനസ്സിലായി. മുഖം ചുവന്നു കഴിഞ്ഞു. ശരി, നടക്കട്ടെ, പരുഷ സ്വരത്തിൽ പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞു നടന്നു. ഉച്ച തിരിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായൻ എത്തിച്ചേർന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അയാൾ ആൻ്റപ്പനെ വിളിച്ച് അനിലിനെ എവിടെയെന്ന് അന്വേഷിച്ചു. അയാൾ സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും അവൾ ഓടി ഇറങ്ങി വന്നു. ഞാനിപ്പം വലിയപ്പച്ചൻ്റെ കാര്യം ഓർത്തേ ഉള്ളൂ. ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ, കണ്ടില്ലല്ലോ എന്നൊക്കെ. മറന്നോ എന്നെ? എവിടായിരുന്നു? ദേ ഒറ്റ അടി വെച്ച് തരും. ഞാൻ ഇന്നലെ അല്ലേടി ഞാൻ ഇവിടുന്ന് പോയത്. കപട ഗൗരവത്തിൽ ഔതക്കുട്ടിച്ചായൻ അവളെ അടിക്കാൻ കയ്യൊങ്ങി. ഓ, ഇന്നലെ അല്ലേ? അലീന ചിരിച്ചു. ഞാൻ വിചാരിച്ചു 2-3 ദിവസമായെന്ന്. ഔതക്കുട്ടിച്ചായൻ അവളെ ചിരി മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി നിന്നു. ഇങ്ങ് വാ ഔതക്കുട്ടിച്ചായ. അവൾ അയാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പോയി. അയാളെ ഒരു സോഫയിൽ പിടിച്ചിരുത്തിയിട്ട് അരികെ അവളും ഇരുന്നു. ഇനി വിശേഷങ്ങളൊക്കെ പറ. ആകെ മൊത്തം കലങ്ങി മറിഞ്ഞു മോളെ. നീ ഇവിടെ വന്ന വിവരം ഇനി അറിയാൻ ആരുമില്ല. അയ്യോ, ഭയങ്കര കുഴപ്പമായോ? ആയോന്ന്. ലാലിച്ചൻ്റെ ഭാര്യ വീട്ടിൽ പോകുമ്പം നടന്നുകൊണ്ടിരിക്കുക. പുനലൂർ എൻ്റെ മക്കൾക്കും ഒട്ടും പിടിച്ചിട്ടില്ല. നിന്റെ അപ്പനുണ്ടല്ലോ, കേണൽ സ്റ്റാൻലി, അവനൊരു സിംഹമായതുകൊണ്ട് അവരെല്ലാം കൂടി പന്തം കൊളുത്തി പടയുമായിട്ട് വന്ന് നിന്നെ ഇവിടെ ഓടിക്കാത്തത്. സിംഹമല്ല വല്യപ്പച്ച, കടുവ. അങ്ങനെ വല്യപ്പച്ചൻ മുൻപ് പറഞ്ഞത്. എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കുകയാണോ? ഏതെങ്കിലും സംഭവങ്ങൾ നടക്കും, അത് തീർച്ച. എല്ലാവരും കൂടി വന്ന് നമ്മുടെ കേണലിനെ ഉപദ്രവിക്കൂ. അതിനുള്ള ധൈര്യമൊന്നും ആർക്കുമില്ല. പക്ഷേ
നിന്നെ ഇവിടെ നിന്ന് പറിച്ചു മാറ്റാൻ അവർ പഠിച്ച പണി 18 പയറ്റും. ഞാൻ സ്ഥലം വിടേണ്ടി വരുമോ? നമുക്ക് നോക്കാം. ആട്ടെ, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ സമരം തുടങ്ങി വല്യപ്പച്ച. എന്ത് സമരം? ഉപവാസം. ലാലിച്ചിനെതിരെ നീ പട്ടിണി കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ മോളെ. അങ്ങനെ ചാകാനൊന്നും എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് 1-8 ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഉപവസിക്കുന്നുള്ളൂ. തോക്ക് പിടിച്ച് ശത്രുക്കളോട് യുദ്ധം ചെയ്ത പട്ടാളക്കാരൻ്റെ അടുത്താണ് നിന്റെ ഉപവാസത്തെപ്പറ്റി പറഞ്ഞത്. അവന് വെറും പുല്ല. അപ്പോൾ നീ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? രാവിലെ ഉച്ചയ്ക്കുമൊന്നും? വെറുതെ നിന്റെ മുഖത്തൊരു വാട്ടം. മതി ഉപവാസമല്ല, നിർത്തിയിട്ട് എണീറ്റ് വന്ന് വല്ലതും കഴിക്കുക. ബാ. അത് കുട്ടിച്ചാൻ എഴുന്നേറ്റു. അലീന അയാളുടെ കൈക്ക് പിടിച്ചു ഇരുത്തി. വലിയപ്പച്ചൻ ഇവിടെ ഇരുന്നേ. നമുക്ക് ഈ കേണലിന് മുമ്പിൽ ചെന്ന് നിന്ന് വെല്ലുവിളിക്കാൻ പറ്റുമോ? തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? ഈ വീട്ടിനകത്ത് ഭയങ്കര കലാപം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് കുട്ടിച്ചാൻ മ്ലാനവതനായി ഇരുന്നു. വലിയപ്പച്ചൻ എനിക്ക് വാക്കു തന്നതാ എൻ്റെ കൂടെ നിൽക്കാമെന്ന് അലീന ഓർമ്മിപ്പിച്ചു. എന്നാലും ഇത് കുറേ കടുപ്പമല്ലേ മോളെ? പട്ടിണി കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ആഴ്ചയിൽ 3-4 ദിവസം. സാരമില്ല വലിയപ്പച്ച, ഞാൻ എന്തോരം പട്ടിണി കിടന്നിട്ടുണ്ട് ഓർഫനേജിൽ. അവതക്കുട്ടിച്ചൻ ചങ്കിലെവിടെയോ ഒരു മുള്ളു തറച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മകൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് തടസ്സമായി നിന്നത് താനാണെന്ന് അവതക്കുട്ടിച്ചാൻ ഇപ്പോൾ ഓർത്തു. അവൾ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അന്ന് തിരുവനന്തപുരത്തെ DYSP ആയിരുന്ന രാവുണ്ണിമേനോൻ ചോദിച്ചു. അവതക്കുട്ടിച്ചായൻ ഓർമ്മയുണ്ട്. നിങ്ങളതിനെ കൊല്ലുകയോ വളർത്തുകയോ ഉപേക്ഷിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങൾക്ക് വേണ്ട. താൻ അന്ന് രാവുണ്ണിമേനോനോട് നിസ്സാരമായി പറഞ്ഞു. ആ കുഞ്ഞാണ് ഇപ്പോൾ തൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ലാലിച്ചനെയും കാണട്ടെ. അവതക്കുട്ടിച്ചാൻ വല്ലായ്മയോടെ എഴുന്നേറ്റു മുറിവിട്ടു പോയി. സ്റ്റാൻലി പതിവ് പോലെ മദ്യക്കുപ്പി ഇവിടെ മുൻപിൽ നായ്ക്കളുടെ നടുവിൽ TV കണ്ടിരിക്കുകയാണ്. ആദക്കുട്ടിച്ചായനെ കണ്ട് അയാൾ തെല്ല് അമ്പരന്നു. അപ്പച്ചൻ പിന്നെയും വന്നോ? ഞാൻ അവളോട് പറഞ്ഞിട്ടാ പോയത് ഇന്ന് വരുമെന്ന്. വാക്ക് പറഞ്ഞ പാലിക്കണ്ടേ? നന്നായി. അവൾ എനിക്കെതിരെ സമരം തുടങ്ങിയിരിക്കുക. നിരാഹാരം. ഞാൻ അറിഞ്ഞു. അതായത് സ്റ്റാൻലിയെ മര്യാദ പഠിപ്പിച്ചേക്കാമെന്ന് അപ്പച്ചൻ അവളോട് പറഞ്ഞേക്ക്. സ്റ്റാൻലിയുടെ സുപ്പീരിയേഴ്സ് നോക്കിയിട്ട് സ്റ്റാൻലി പാഠം പഠിക്കാൻ പറ്റിയിട്ടില്ല. ഡിസിപ്ലിൻ സ്റ്റാൻലി നിശ്ചയിക്കുന്നത്. തൻ്റെ മകൻ ദേഷ്യത്തിലാണെന്ന് ആദക്കുട്ടിച്ചായന് മനസ്സിലായി.